സൽമാനും മേഘയും അങ്ങനെ വെറുതെ പ്രേക്ഷകർക്ക് സുപരിചിതരായവരല്ല. നിരവധി ഹിറ്റ് സീരിയലുകളിൽ വന്നിട്ടുണ്ടെങ്കിലും മേഘ അവസാനം സൽമാനുമായി പെയറായി എത്തിയപ്പോഴായിരുന്നു കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെയും ലക്ഷ്മിയും പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. ഇപ്പോഴിതാ രണ്ട് മതത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരവസ്ഥയെക്കുറിച്ചും സൽമാനും മേഘയും പറഞ്ഞെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് മതത്തിൽ നിന്ന് വിവാഹം കഴിച്ചവരാണ്. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തുടക്കകാലത്ത് സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ വിവാഹം പോലെ അല്ലാത്തത് കൊണ്ട് തന്നെ സ്ട്രഗിളൊക്കെ ഇരട്ടിയായിരുന്നുവെന്ന് പറയുന്നു. എന്നാൽ പരസ്പര വിശ്വാസം, അതുപോലെ തന്നെ പരസ്പരമുള്ള കൈത്താങ്ങൽ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ വല്ലാത്ത ഒരു സ്നേഹമായി മാറിയത്. ഞങ്ങൾ നേരിട്ട വെല്ലുവിളികളെല്ലാം കടന്ന് ഞങ്ങൾ മുന്നോട്ട് വന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിച്ചവും. പല രീതിയിൽ തന്നെ ഞങ്ങൾ നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസത്തോടെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല മതത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടുകാർക്ക് ആദ്യമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ കഴിയുകയാണ്. എല്ലാവർക്കും ആ കാര്യങ്ങളെക്കുറിച്ച് നന്നായി ധാരണയുണ്ട്. ആദ്യമൊക്കെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് ഇപ്പോൾ എതിർപ്പൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നത് ഒരു സന്തോഷം തന്നെയാണെന്ന് സൽമാനും മേഘയും പറയുന്നുണ്ട്. സൽമാൻ്റെ മേഘയുടെയും സന്തോഷം കാണുമ്പോൾ എന്നും ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഓരോ തവണയും നിങ്ങളുടെ യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ കൂടുതലും സന്തോഷം തന്നെയാണ്. മേഘയും സൽമാനും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ എവിടെയാണ് താമസിക്കുന്നതെന്നൊരു വീഡിയോ ചിത്രം പങ്കുവച്ചിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായി. നിങ്ങൾ അച്ഛനമ്മയെ ധിക്കരിച്ചാണ് പോയത്, നിങ്ങൾ ഒരുപാട് അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പിന്നാലെ അനുഗ്രഹിക്കാതെ ശപിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണിത്. പൊന്നു പോലെയാണ് ശരിക്കും പറഞ്ഞാൽ സൽമാൻ മേഘയെ നോക്കുന്നത്. വിവാഹശേഷം മേഘ കാണാത്ത പല സ്ഥലങ്ങളും കണ്ടു. രാജകുമാരിയെ പോലെ തന്നെ ജീവിച്ചു. ദുബായിൽ പോയപ്പോഴേക്കും അവിടെ ഒരു ഷേക്കിൻ്റെ തന്നെ ഒരു പവറായിരുന്നു. അത്രയേറെയായിരുന്നു മേഘ ജീവിച്ചിരുന്നത്. അതെല്ലാം സൽമാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. സൽമാൻ കൂടെ നിൽക്കുകയും ഒപ്പം നിൽക്കുകയും അതോടൊപ്പം തന്നെ മേഘയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു ഫ്ലാറ്റ്, ചെന്നൈയിലൊരു ഫ്ലാറ്റ്, അങ്ങനെയാണ് ഇവർ താമസിക്കുന്നത് തന്നെ. ഭൂരിഭാഗം സമയത്തും ഇവർ ചെന്നൈയിലാണ്. ചെന്നൈയിൽ അടുത്തടുത്ത ഷൂട്ടിംഗ് സെറ്റുകളായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിലൊരു വീട് വാങ്ങിയതും. ആദ്യമൊക്കെ വീട് വാങ്ങുന്നതിനെ പറ്റി നന്നായി ആലോചിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഒരു മറുപടിയൊക്കെ ലഭിച്ചത്. ഒരു മാസത്തിൽ 15 ദിവസവും ഷൂട്ടിങ്ങിൽ തന്നെയായിരിക്കും. അതിനുശേഷമായിരിക്കും താരങ്ങളെല്ലാവരും കൂടി നല്ല രീതിയിലൊക്കെ എത്തുക. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഒരു ഫ്രീ സ്പേസ് ഉള്ളത്. മറ്റു താരങ്ങളെല്ലാം മറ്റ് സീരിയലുകൾക്ക് പോകും. എന്നാൽ ഇവർ ആ സമയം യാത്രകൾക്ക് പോകും, വീട്ടിൽ സമയം ചിലവഴിക്കും, ഇവരുടേതായ സമയം കണ്ടെത്തും. രണ്ടുപേരും ഇപ്പോൾ തമിഴ് സീരിയലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സമയമുണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. മുൻപൊക്കെ തന്നെയും ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയം വളരെ കുറവായിരുന്നു. എന്നാൽ കൂടുതലാണ് ഇപ്പോഴെന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.